Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, ചെറിയൊരു തിരക്കിൽ പെട്ട കാരണം കൊണ്ട് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തില്ല. നമുക്ക് മാർക്കറ്റോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ദിവസമായിട്ട് നിഫ്റ്റിയിലാണെങ്കിലും സ്മോൾ ക്യാപ്പ് എല്ലാറ്റിലും നല്ലൊരു സെല്ലിങ്ങിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോകാം. നിഫ്റ്റി ഒരു 112 പോയിന്റിൻ്റെ ഒരു ഫോളോ ആയിരുന്നു. FIS കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് ആണ്, അതൊരു ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന റേഞ്ചുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻസ് ഇവിടെ ഓൾറെഡി ഇവിടെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു റേഞ്ച് നമുക്ക് ഒരു സപ്പോർട്ട് ആവുന്നുള്ളത്. ഈ ഒരു റേഞ്ച് നമ്മൾ നല്ല സപ്പോർട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സപ്പോർട്ടൊന്നും വകവയ്ക്കാണ്ട് തന്നെ നിഫ്റ്റി നല്ല രീതിയിൽ താഴത്തോട്ട് പോയി. പക്ഷെ ഇന്ന് നല്ല റിക്കവറി വന്നെങ്കിലും വീണ്ടും അവസാനം നല്ലൊരു ഫോൾ തന്നെ ആയിരുന്നു. ഇപ്പോൾ നമുക്കൊരു മെയിനായിട്ടുള്ളൊരു സപ്പോർട്ട് റേഞ്ചാണ് 25,000 എന്നുള്ള റേഞ്ച്. ഇപ്പോൾ ഏകദേശം ആ റേഞ്ചിനോട് അടുത്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് 25,000 സപ്പോർട്ടായിട്ട് എടുക്കുന്ന നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അതിൽ താഴത്തോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും നമുക്ക് നിഫ്റ്റിയിലൊക്കെ ഒരു ഫോള് കാണാൻ സാധിക്കും. ഫോള് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സെല്ലിങ് വരും, റിക്കവറി ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ 25,000 നല്ലൊരു സപ്പോർട്ടാണ്, ആ റേഞ്ച് ഹോൾഡ് ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നമുക്ക് സ്മോൾ ക്യാപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് ഒന്നൊരു 112 പോയിന്റ് ഫോളായിരുന്നു. സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ പറഞ്ഞ ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം ഇപ്പോൾ 17,950 18,050 ആ റേഞ്ചിൻ്റെ ഒരു ഏരിയയിലാണ് ഇപ്പോൾ സ്മോൾ ക്യാപ്പ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് റിവേഴ്സിൽ വരുമോ അതോ ഇതിന് താഴത്തോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴത്തോട്ട് പോകുമോ നമുക്കറിയില്ല. ഇങ്ങനത്തെ ഒരു ഫോള് അല്ല, അങ്ങനത്തെ ഒരു സെല്ലിംഗ് പ്രഷർ വരുമ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ടൊക്കെ നന്നായിട്ട് ആക്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില സമയത്ത് നല്ലൊരു ഫോളൊക്കെ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ടൊക്കെ എടുത്തിട്ട് മേലോട്ടല്ല താഴത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. വലിയ ഗ്യാപ്പ് ഡൗൺ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത്ര ഒരു വലിയൊരു ഫോൾ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട് മാർക്കറ്റിൽ. ഓക്കെ, നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റുന്ന 2-3 സ്റ്റോക്കുകൾ നോക്കാം. കാരണം നമ്മളൊരു ബൈസ് റെക്കമെൻഡേഷൻ, കാരണം ഇങ്ങനത്തെ ഒരു ഓവറോൾ മാർക്കറ്റിൽ നമുക്ക് ട്രെൻഡ് നമുക്ക് എന്താ പറയുക അനുകൂലമായിട്ടുള്ള ട്രെൻഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യുന്നത് അത്ര സേഫ് അല്ല. നമ്മളെപ്പോഴും ട്രെൻഡിനൊപ്പം ട്രേഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ബൈസിൽ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഓരോ സ്റ്റോക്കുകൾ ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന 1-2 സ്റ്റോക്കുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു തരണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എടുക്കുക. അതുപോലെ ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, കാരണം നമ്മളൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ജസ്റ്റ് ഇതിന് വാച്ച് ചെയ്യാം. അതുപോലെ നമ്മൾ പറയുന്ന റേഞ്ചുകളൊക്കെ നിങ്ങൾക്ക് നോക്കാം. ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ ട്രേഡൊക്കെ ചെയ്ത് പഠിക്കാനൊക്കെ പുതുതായിട്ട് മാർക്കറ്റിൽ വരുന്നവർക്കൊക്കെ വളരെ സൂട്ടബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ എങ്ങനെയായിരിക്കും ഏത് സ്റ്റോക്കുകളാണ് എൻട്രി എടുക്കുന്നത്, എവിടെ നിന്നാണ് ബൈ ചെയ്യുന്നത്, എവിടെ നിന്നാണ് സ്റ്റോപ്പ് ലോസ്, എവിടെ ടാർഗറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഒരു സ്റ്റോക്കിലോട്ട് പോവാം. ആദ്യത്തെ സ്റ്റോക്ക് നോർത്ത് ആർക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് ഇന്നൊരു 1% ഫോളാണ്. പക്ഷെ എന്നാലും സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ സാധിക്കും. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് ഇതിൻ്റെ ഈ ഒരു സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലിസ്റ്റായിട്ട് അധികം ആയിട്ടില്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2024 സെപ്റ്റംബറിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. അപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു വർഷം ആയി കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിട്ട്. അതിന് ലിസ്റ്റ് ചെയ്ത ശേഷം ഈ സ്റ്റോക്ക് മേലോട്ട് പോയിട്ടില്ല, നല്ല രീതിയിൽ താഴത്തോട്ട് വന്ന് ഏകദേശം ലിസ്റ്റ് ചെയ്ത് 350 എന്നാണ് സ്റ്റോക്ക് ഏകദേശം 141 വരെ അതിൻ്റെ ഒരു 50% മുകളിൽ ഇത് കറക്റ്റ് ചെയ്തു. അതിന് ശേഷം ആ റേഞ്ച് സപ്പോർട്ട് എടുത്തിട്ട് പതുക്കെ മേലോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അതിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു, ഒരുപാട് പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്തുള്ള ഏരിയയാണ്. അപ്പോൾ അതേ റേഞ്ച് നമുക്ക് കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തു. പക്ഷേ വീണ്ടും സ്റ്റോക്ക് അതേ റേഞ്ചിൽ വന്നിട്ട് ഒന്ന് റീടെസ്റ്റ് പോലെ തോന്നുന്നുണ്ട്. വലിയ വോളിയൊന്നും ഇല്ല സെല്ലിംഗ് ആണെങ്കിലും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഇതേ റേഞ്ചിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം. അതായത് നമുക്ക് ചിലപ്പോൾ 1-2 ദിവസം ഒരു കൺസോൾട്ടേഷൻ ഈ റേഞ്ചിൽ ഉണ്ടാവും, ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷൻ 1-2-3 ദിവസം ഉണ്ടാവും. അതിനുശേഷം നമുക്കൊരു റിവേഴ്സിൽ ഇങ്ങനെ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി ഉണ്ട്. ഈ റേഞ്ചിൽ നല്ലൊരു സെല്ലിങ് വന്നു ഓൾറെഡി ഉണ്ട്. മാർക്കറ്റും വീക്കാണ്, അതുകൊണ്ട് ഈ സ്റ്റോക്കിലും വീക്കാണ്. ഏകദേശം ഈ റേഞ്ചിൽ നിന്നൊക്കെ വന്ന് പതുക്കെ ഒന്ന് റിവേഴ്സിലാവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ
ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. ഈ റേഞ്ചിലൊക്കെ നമുക്ക് ഇങ്ങനെ റിവേഴ്സിലാകുമ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഏകദേശം ഇതൊക്കെ ഞാൻ വായിച്ച് കളയാം. സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ താഴെ വരഞ്ഞ വരയുടെ കുറച്ച് മേലേക്ക് നമുക്ക് വരയാം. ഏകദേശം ഒരു 266 സ്റ്റോപ്പ് ലോസ് നമുക്ക് വെച്ചിട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു 295 ടാർഗറ്റ് വെച്ചിട്ട് നമുക്കൊരു സ്റ്റോക്ക് ഒരു ഷോർട്ട് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഞാൻ അതിൻ്റെ എന്താ പറയുക, സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ ഞാൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് റെഡിലാണ്, ടാർഗറ്റ് ഗ്രീനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോക്കുകളൊന്ന് വാച്ച് ചെയ്യാം, ഇതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ശ്രദ്ധിക്കാം. നമ്മൾ ഒരിക്കലും ഇപ്പോൾ ചാടി കയറി നാളെ എൻട്രി എടുക്കരുത്. മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഒരിക്കലും നമ്മൾ പേപ്പർ ട്രേഡ് ആണെങ്കിലും ചെയ്യരുത്. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് റിവേഴ്സിൽ കാണിക്കുന്നുണ്ടോ നോക്കുക. അതല്ല പെട്ടെന്ന് ഗ്യാപ്പ് അപ്പ് ഒക്കെ വന്നിട്ട് മേലോട്ട് പോകുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് എൻട്രി ഇല്ല, കാരണം നമുക്ക് റിസ്ക് റിവാർഡ് നമുക്ക് ഫേവറായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സ്റ്റോക്ക് ഈ റേഞ്ചിലോട്ടൊന്ന് കൺസോൾട്ടേഷൻ വന്നിട്ട് റിവേഴ്സിൽ ഇങ്ങനെ കാണുമ്പോൾ മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു സ്റ്റോക്ക്, നോർത്ത് ആർക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. അതുപോലെ രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് ടാറ്റ കൺസ്യൂം എന്നൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൽ നിന്നൊരു 1% മുകളിലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. വലിയൊരു മൂവ്മെൻ്റ് ഒന്നുമില്ല, ഒരു 1% ഒരു മൂവ്മെൻറ്റ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ നമുക്ക് ചാർട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു ചാർട്ട് പാറ്റേൺ ആണ്. നമുക്ക് നോക്കിയറിയാം, ഈ റേഞ്ചിൽ നിന്ന് നല്ലൊരു ഫോൾ ആയിരുന്നു ഈ ഒരു സ്റ്റോക്ക്. അതിനുശേഷം അതേ റേഞ്ചിലോട്ട് വന്നു, വീണ്ടും അവിടെ നല്ലൊരു ഫോള്. അതിനുശേഷം ഈ ഒരു സ്റ്റോക്ക് വീണ്ടും ഇതേ റേഞ്ചിലോട്ട് വന്നു, പക്ഷേ ഫോള് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മിക്കവാറും ഈ ഒരു സ്റ്റോക്ക് കണ്ട് ഈ റേഞ്ചിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ, ചിലപ്പോൾ ബ്രേക്ക് ഔട്ട് ഇങ്ങനെ തരികയാണെങ്കിൽ നമുക്കൊന്നുമില്ലെങ്കിൽ ആ ബ്രേക്ക് ഔട്ടിന് എടുക്കാം, അല്ലെങ്കിൽ ഈ റീടെസ്റ്റ് വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഇതിലേക്ക് എൻട്രി എടുക്കാം. ഞാൻ എപ്പോഴും ബ്രേക്ക് ഔട്ടിന് എൻട്രി എടുക്കും. ചില സ്റ്റോക്കുകൾ ബ്രേക്ക് ഔട്ട് നടന്നിട്ട് താഴത്തോട്ട് വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ചാൻസ് വിട്ട് കളയില്ല. നമുക്കിതിലേക്കൊരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1150 എബോ നമുക്കിതിലേക്ക് എൻട്രി ഒരു ഷോർട്ട് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് 1122 സ്റ്റോപ്പ് ലോസും ടാർഗറ്റ്, കാരണം കുറച്ച് വലിയ സ്റ്റോപ്പ് ലോസ് ആണ് ഈ സ്റ്റോക്കിൽ വരുന്നത്. കാരണം വേറെ റേഞ്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് 1198 നമുക്ക് ടാർഗറ്റ് വെച്ചിട്ട് ഈ ടാറ്റ കൺസ്യൂം എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ഇതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ, കാരണം നമ്മൾ റിസ്ക് റിവാർഡ് കുറച്ച് നല്ല രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. കാരണം നമ്മൾ 1:1 ഒരിക്കലും ഫോളോ ചെയ്യാൻ പറയൂല, ആരെയും പഠിപ്പിക്കൂല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓവറോൾ നമ്മുടെ ചാർജസും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓവറോൾ ഇപ്പോൾ 50-50 ചാൻസ് ആണെങ്കിൽ നമ്മൾ നെറ്റ് ലോസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മിനിമം 1:1.5 എങ്കിലും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ അതിന് മുകളിലോട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ട്രയൽ ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തിട്ട് മേലോട്ട് കൊണ്ടുപോകാം. മാക്സിമം ചില സ്റ്റോക്കുകളൊക്കെ നമ്മൾ ചിലപ്പോൾ 5-10% ആയിരിക്കും ടാർഗറ്റ് വെച്ചിട്ടുണ്ടാവുക. ആ സ്റ്റോക്ക് ചിലപ്പോൾ 20-30-40% ഒരു മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ ചെറിയ ഫോൾ വരുമ്പോൾ തന്നെ പേടിക്കാണ്ട് എക്സിറ്റ് ചെയ്യാണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തിട്ട് മേലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അത് നമുക്ക് ആ സ്റ്റോക്കിൻ്റെ മാക്സിമം നമുക്കതൊന്ന് ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകൾ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ശ്രദ്ധിക്കുക. വീക്ക് മാർക്കറ്റാണ്, അപ്പോൾ നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മാത്രം ട്രേഡൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ ലൈവ് മാർക്കറ്റിലൊക്കെ ചിലപ്പോൾ നല്ല സ്റ്റോക്കുകളൊക്കെ അതിലേക്ക് വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ചാർട്ടുകളൊക്കെ എഡ്യൂക്കേഷൻ പർപ്പസിന് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലോട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻട്രി ഒക്കെ എടുക്കാറിയുന്ന ആളുകൾക്കൊക്കെ വളരെ നല്ല ഇതിലുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്